പയ്യന്നൂരിലെ നമ്മുടെ കുഞ്ഞിക്കൃഷ്ണേട്ടന്റെ പുസ്തകം പുറത്തു വരികയാണ് കേട്ടോ. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് ആരോപിച്ച CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം ഉടൻ പുറത്തിറങ്ങും. നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്നാണ് പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. ആരോപണത്തിന് തെളിവുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുസ്തകത്തിലുണ്ടാകുമെന്നാണ് കുഞ്ഞിക്കൃഷ്ണന്റെ അവകാശവാദം. പുസ്തകത്തിന്റെ കവർ ചിത്രം റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ആ കവർ ചിത്രം പ്രേക്ഷകർക്ക് കാണാം. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത് മുഴക്കുന്ന പുസ്തകത്തിന്റെ കവർ ചിത്രം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കവർ ചിത്രത്തിൽ പ്രിന്റർ ആൻഡ് പബ്ലിഷറിന് എഴുതിയിരിക്കുന്നത് കുഞ്ഞിക്കൃഷ്ണനാണ്. കുഞ്ഞിക്കൃഷ്ണേട്ടൻ തന്നെ പ്രിന്ററും പബ്ലിഷറുമായി പ്രമുഖരെ എത്തിച്ച് റിലീസ് ചെയ്യാനാണോ തീരുമാനം? ഉടനുണ്ടാകുമോ? അരുൺ, ഉടൻ തന്നെ പുസ്തകം പുറത്തിറക്കും എന്നുള്ളതാണ് കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ 29-ന് പുസ്തകം വരും എന്നുള്ളതായിരുന്നു അറിയിപ്പ്. പക്ഷേ അങ്ങനെയല്ല. നിലവിൽ ഇപ്പോൾ കുറച്ച് ദിവസം കൂടി വേണം എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം. കാരണം ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ വന്നിരിക്കുന്നു, മറുപടികൾ വന്നിരിക്കുന്നു. ഇനി ഒരുപക്ഷെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ തിരുത്തലുകളോ ഒക്കെ വേണോ എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിനുണ്ടാകാം. പക്ഷേ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രമുഖരെ കൊണ്ടുവന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുക, പയ്യന്നൂർ ടൗണിൽ വെച്ച് തന്നെ പുസ്തകം പ്രകാശനം ചെയ്യുക തുടങ്ങിയ നീക്കങ്ങളാണ് കുഞ്ഞിക്കൃഷ്ണൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഏതാണ്ട് 100 പേജുകളുണ്ട്. 100 രൂപയാണ് അരുൺ ഈ പുസ്തകത്തിന് ഇപ്പോൾ വില നിശ്ചയിച്ചിരിക്കുന്നത്. ഇതൊരു ബോംബാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ഇതൊരു ബോംബാണോ ഇനി അല്ല ചെറിയൊരു ഏറുപടക്കമായി അവശേഷിക്കുമോ എന്നതൊക്കെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. അദ്ദേഹം ഈ പുസ്തകം ആദ്യം ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷിനെ കാണിച്ചിരുന്നു. ആ സമയത്ത് KK രാഗേഷ് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത് ഇതൊരു ബോംബാണ്, ഇത് പുറത്തു വിടരുത് എന്നാണ് കുഞ്ഞിക്കൃഷ്ണൻ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. അതിനൊരു വിശദീകരണം ഇന്നലെ KK രാഗേഷ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അരുൺകുമാർ, ഈ ആരോപണങ്ങളിൽ കവിഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഇദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പുറത്തുവിടുമോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം. ഇതിൽ ഫോട്ടോകൾ ഉൾപ്പെടെ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ചില ഭൂവുടമകൾക്കൊപ്പം TI മധുസൂദൻ നിൽക്കുന്ന ഫോട്ടോകളുണ്ട് എന്നൊക്കെയാണ്. ഈ ഫോട്ടോകളൊക്കെ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഈ പുസ്തകം വഴി പുറത്തുവിടുമോ എന്നൊക്കെയുള്ള കാര്യം അവിടെ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ളത്? അതിന്റെ തുടക്കത്തിൽ കൂടുതലും ഈ കണക്കുകളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അതായത് ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ട്, കെട്ടിട നിർമ്മാണ ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയൊക്കെയായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ ഈ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ചില കണക്കുകളൊക്കെ ഈ പുസ്തകത്തിന്റെ ഏതാണ്ട് പകുതി ഭാഗത്തോളം അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഏതായാലും ഉടൻ തന്നെ പുസ്തകം പുറത്തിറങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ഒരു കൃത്യമായ തീയതി അദ്ദേഹം പറഞ്ഞിട്ടില്ല. പുസ്തകം പുറത്തു വരുമ്പോൾ എന്തൊക്കെ അതിനകത്തുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾക്ക് ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യം. അരുൺ, നല്ല ഡിസൈനാണ്. നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്നാണ് പുസ്തകത്തിന്റെ കവർ പേജിൽ പറയുന്നത്. പ്രിന്റർ ആൻഡ് പബ്ലിഷർ കുഞ്ഞിക്കൃഷ്ണൻ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. 100 പേജുകളുണ്ട്. ഒരുപക്ഷെ പേജുകൾ വർദ്ധിച്ചേക്കാം. പുതുതായിട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനുള്ള മറുപടി കൂടി വി കുഞ്ഞിക്കൃഷ്ണൻ പുസ്തകത്തിൽ എഡിറ്റ് ചെയ്ത് ചേർക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 29-ാം തീയതി പുസ്തകം ഇറങ്ങാനുള്ള സാധ്യതയില്ല, കുറച്ചുകൂടി വൈകും.